അരുൺ, ഈ കാര്യങ്ങളിലേക്ക് നേരത്തെ സേനാപതിയുടെ മറുപടി താങ്കളുടെ മുമ്പിലുണ്ട്. CPIഎമ്മിനെ അടക്കം വിമർശിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ EP-യുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ MP ആരാണ് ആ MP എന്ന ചോദ്യത്തിൽ ആ ഗൗരവമായ പ്രശ്നത്തോട് കോൺഗ്രസ് സമീപിച്ച രീതി, രണ്ട് ചാണ്ടി ഉമ്മൻ്റെ ഈ നിയമനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക മികവിന് കൊടുക്കുന്ന ഒരു ആദരവായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരമായിട്ടോ കണ്ണടയ്ക്കാവുന്നതാണോ? ഒരു അഭിഭാഷകൻ എന്ന രൂപത്തിൽ അദ്ദേഹം ഏതെങ്കിലും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതുവരെ ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷക കൊട്ടിട്ട് ശ്രീ ചാണ്ടി ഉമ്മനെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അതല്ലല്ലോ വിഷയം. കോൺഗ്രസിൻ്റെ ഒരു MLA, തലമുതിർന്ന നേതാവിൻ്റെ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകൻ, അദ്ദേഹം ഒരു MLA ആയി ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ RSS BJP ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം ഉള്ള പാനലുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇടം പിടിക്കുന്നു എന്നതാണ്. ഇപ്പോൾ റെയിൽവേ ആയാലും മറ്റു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായാലും ദേശീയപാത അതോറിറ്റി ആയാലും ഇവയെല്ലാം അതിലേക്ക് അഭിഭാഷകരെ നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം നഷ്ടപ്പെടുന്ന വ്യക്തികളടക്കം ദേശീയപാത അതോറിറ്റിക്ക് എതിരെ കേസ് കൊടുക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ട അഭിഭാഷകൻ കോൺഗ്രസിൻ്റെ MLA ആകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം അങ്ങനെ അഭിഭാഷക വൃത്തി കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നും അല്ലല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊരു കൃത്യമായിട്ടൊരു ഉറപ്പ് വേണ്ടിയതിൽ അപ്പോൾ BJPയുടെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ താല്പര്യം എങ്ങനെ ചാണ്ടി ഉമ്മന് സംരക്ഷിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയുമോ എന്നതാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ തന്നെ അതിലുള്ളതാണ്. അതുകൊണ്ട് ആ ലിസ്റ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നേരത്തെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം MLA ആകുന്നതിന് മുമ്പും മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. ആ സമയത്തും BJP ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് അദ്ദേഹം സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിലടക്കം ആ BJPയുടെ താല്പര്യവും BJPയുമായിട്ടുള്ള ബന്ധത്തെ വരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയിരുന്നിരിക്കണം. അപ്പോൾ ഇത് കൂടുതൽ പരിശോധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇത് പരിശോധിച്ചാലാണ് കൃത്യമായിട്ട് അറിയാൻ കഴിയുക. അതുകൊണ്ട് ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അടക്കം, എല്ലാത്തിനും അഭിപ്രായം പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം ഈ വിഷയത്തിൽ കൃത്യമായി അഭിപ്രായം പറയണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 4 മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ 4 പേരിൽ 3 പേർ പരസ്യമായി BJP ആയി പോയി. അതിൽ ഒരാൾ പരസ്യമായി പോകാത്തയാൾ എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് അഭിമാനം കൊണ്ടയാളും ഇപ്പോൾ മറ്റൊരു തരത്തിൽ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയണം. അതിന് നിങ്ങൾ CPMനെ ആക്രമിച്ചത് കൊണ്ടോ പരസ്പരം വിരുദ്ധമായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ കാര്യമില്ല. കൃത്യമായിട്ട് തന്നെ ആ ബന്ധം, ആ റിലേഷൻ വ്യക്തമായിട്ടുണ്ട്. മറ്റൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അപ്പോൾ ഗവർണറെ അടക്കം കേരളത്തിൽ സംരക്ഷിപ്പിച്ച് നിർത്താൻ, അതേപോലെ തന്നെ ഗണേശോത്സവം അടക്കമുള്ള ചടങ്ങുകളിൽ വരും പ്രതിപക്ഷ നേതാവ് അതിഥിയായി എത്തുന്നു. RSSൻ്റെ പരിപാടികളിൽ പോകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. നിരവധി RSS നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിച്ചത് ആരാണ്? കുമ്മനം രാജശേഖരനും പ്രവീൺ തൊഗാഡിയയ്ക്കും എതിരായിട്ടുള്ള കേസുകൾ പിൻവലിച്ചപ്പോൾ ആരായിരുന്നു ഗവൺമെൻറ്? അതുപോലെ നിരവധി RSS ക്രിമിനലുകളെ ജയിൽ മോചിതരായി പുറത്തുവിട്ടപ്പോൾ ആരായിരുന്നു കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും? ഇതെല്ലാം പൊതുജന സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ BJP ആയി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ എന്താണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്? കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ചർച്ചയാകരുത്. ഇപ്പോൾ ഇന്നലെയും എല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഓരോ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു. ഇന്നലെ പ്രഖ്യാപിച്ച അവാർഡ് എന്താണ്? കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഏറ്റവും ശക്തമായി ഇടപെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കേരള പോലീസിന് അവാർഡ് കൊടുക്കുകയാണ്. മിനിങ്ങാന്ന് നമ്മൾ കണ്ടു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2 കൊല്ലം കൊണ്ട് 28-ൽ നിന്ന് 15-ഉം 15-ൽ നിന്ന് 1-ാം സ്ഥാനത്തേക്ക് ഈ കൊച്ചു കേരളം കുതിച്ച് മുന്നേറുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ PSC നിയമനത്തിൻ്റെ ലിസ്റ്റ് വന്നു ദേശീയ തലത്തിൽ. അതിൽ പകുതിയിലധികം കേരളത്തിലാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ വച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ പുറത്തു വരികയാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ ഒന്നാമതെത്തി, വികസന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തി, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികൾക്കൊപ്പം തന്നെ വികസനത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും കാര്യത്തിൽ കൂടി ഒന്നാമതെത്തുമ്പോൾ ഒരിക്കലും കേരളത്തിലെ ഗവൺമെന്റിന് ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസിന് ബോധ്യമായിട്ടുണ്ട്. പ്രചരണവും ആരോപണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല.
അരുൺ, ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ, മികവുകൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇന്നത്തെ ഒരു വിവാദ പരിസരത്തിൽ അതൊന്നും പരിഗണിക്കപ്പെടാതെ പോലും പോകുന്നുണ്ട്. ചർച്ചകളിലേക്കൊന്നും അത് കടന്നു വരുന്നില്ല. അതിൻ്റെ ഓരോ ഭാഗവും, താങ്കൾ ഈ പറഞ്ഞ ഓരോന്നും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. ഇപ്പോൾ കേരളം എവിടെ ഒരു സംരംഭം തുടങ്ങിയാലും കൊടികുത്തും, പണിമുടക്കും, ഇതെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ഒരു വലിയ പ്രചാരണം നിലനിൽക്കെ അതെല്ലാം കടന്ന് രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ ഒന്നാമത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ, നാളെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തർപ്രദേശ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല, കേരളം എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടൂ. ആ നിലയിലൊരു മാറ്റം വരുമ്പോൾ അത് നമ്മുടെ മാധ്യമങ്ങളടക്കം ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യത്തെ കരുതി ചർച്ചകൾക്ക് പോലും വിധേയമാക്കുന്നില്ല, അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല, അതിൽ വിമർശനപരമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഞാനിത് പറഞ്ഞത്, ഇവിടെ ഈ അന്തർധാര എന്ന വാചകം ഏറ്റവും അധികം ഇങ്ങനെ നിറച്ചു നിർത്തുന്ന ഒരു കാലത്ത്, അത് വാക്കിലാകാം അല്ലെങ്കിൽ പറച്ചിലിലാകാം ഒക്കെ വരുന്നൊരു ഒരു മാധ്യമ സമീപന കാലത്ത് ഒരു കോൺഗ്രസ് MLA വളരെ സ്പഷ്ടമായി മോദി സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഇടം പിടിക്കുന്നു. അതാകട്ടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനാണ്. പക്ഷേ എന്നിട്ടും ഇന്നത്തേതടക്കം ചർച്ചകളിലും വാർത്തകളിലും ഇത് എത്രമാത്രം മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെ ഇത് കണ്ടതായി പോലും നടിച്ചിട്ടുണ്ട് എന്നതുപോലും പ്രധാനമാണ്. എത്ര വലിയ മാധ്യമ പ്രിവിലേജ് വളരെ പക്ഷപാതപരമായി, ഏകപക്ഷീയമായി വാർത്തകളോടുള്ള ഉത്തരവാദിത്വം കാട്ടാതെ തന്നെ നൽകുന്നൊരു അന്തരീക്ഷം കേരളത്തിൽ വളരെ സജീവവും ശക്തവുമായി പരക്കുകയാണോ? അരുണിൻ്റെ ഒരു അഭിപ്രായം, നിരന്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണല്ലോ. അത് കറക്റ്റാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു വ്യവസായി കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് തെലങ്കാനയിലേക്ക് പോയപ്പോൾ തുടർച്ചയായി 6 ദിവസം വരെ ന്യൂസ് അവറുകളിൽ ചർച്ച ചെയ്ത, പ്രൈം ടൈമിൽ ചർച്ച ചെയ്ത ചാനലുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ വ്യവസായവും പോവുകയാണ്, വലിയ തരത്തിൽ ഇവിടെ പ്രശ്നങ്ങളാണ്, ആ വ്യവസായ സൗഹൃദമല്ല, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കാരണമാണ് ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് തുടർച്ചയായി 6 ദിവസം ചർച്ച നടത്തിയ പ്രധാനപ്പെട്ട ചാനലുകൾ വരെ കേരളത്തിലുണ്ട്. എന്നാൽ കേരളം അന്ന് 28ാം സ്ഥാനത്താണ്. ഈ 28 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്താണ് 2022-ൽ. അതിനുശേഷം അടുത്ത വർഷം അത് 15 ആകുന്നു, പിന്നെ ഒന്നാമതെത്തുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി വിളിച്ചു വരുത്തി വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് അവാർഡ് കൊടുത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന മാനദണ്ഡങ്ങൾ നോക്കി 9 ഇനങ്ങളിൽ നിങ്ങൾ ഒന്നാമതെത്തിയിരിക്കുന്നു. രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് കിട്ടിയിരിക്കുന്ന 0.5 കാര്യങ്ങളിലാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ വച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി വ്യവസായ മന്ത്രിക്ക് അവാർഡ് കൊടുക്കുന്ന സാഹചര്യം വന്നിട്ടും ഒറ്റ ചാനൽ പോലും അത് ചർച്ചയാക്കിയില്ല. ആകെ ചർച്ചയാക്കിയത് കൈരളി മാത്രമാണ്. മറ്റൊരു ചാനലും അത് ചർച്ച ഒരു മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായില്ല. എഡിറ്റോറിയൽ 2-3 പത്രങ്ങൾ എഴുതി, കാരണം അവർ എതിരായി എഡിറ്റോറിയൽ എഴുതി മടുത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സാഹചര്യം വന്നത്. പക്ഷേ അത് ചർച്ചയാക്കേണ്ടേ? കാരണം ഇത്തരത്തിൽ അത് ചർച്ചയാക്കിയാലല്ലേ ഇതിനൊരു തുടർച്ചയുണ്ടാകണം. കൂടുതൽ സംരംഭകർ കേരളത്തെ തേടി വരണം. കേരളത്തിൽ തൊഴിലില്ലായ്മ ശാശ്വതമായി പരിഹരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം കുതിക്കണം. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് കേരളത്തിൽ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ ദിവസങ്ങൾ, ആഴ്ചകൾ ചർച്ചയാക്കുന്നവർ ഗവൺമെൻറ്റിൻ്റെ മികച്ച നേട്ടം, അതും സമാനതകളില്ലാത്ത നേട്ടം, മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പുറകിൽ നിർത്തിക്കൊണ്ടുള്ള നേട്ടം വരുമ്പോൾ പോലും അത് ചർച്ചയാക്കാൻ തയ്യാറാകുന്നില്ല. ഈ സമയത്ത് പോലും നുണപ്രചരണവുമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കുകയാണ്. വളരെ ചെറിയ കാര്യങ്ങൾ വരെ എടുത്ത് പർവ്വതീകരിച്ച് വാർത്തയാക്കുന്നത് നാം കാണുകയാണ്. ഇപ്പം ഇന്നലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ രാജ്യത്ത് ഏറ്റവും വലിയ ചർച്ചയാണ്. കൽക്കത്ത കത്തിക്കൊണ്ടിരിക്കുകയാണ്, മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ക്രൈമിനെ നേരിടാൻ സൈബർ ഇടങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ആണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് വിളിച്ച് അവാർഡ് നൽകിയിരിക്കുന്നത്. ശ്രീ സേനാപതി വേണു ഒന്ന് ശ്രദ്ധിക്കണം. മനോരമ പത്രം ഒരു പ്രത്യേക വാർത്ത പുറത്തുവിട്ടു. എന്താണ്? ഈ രാജ്യത്തെ മുഴുവൻ PSC നിയമനത്തിൻ്റെ ലിസ്റ്റാണ്. മനോരമയാണെങ്കിലും UPSCയുടെ കണക്കാണ് അവർ പുറത്തുവിട്ടത്. അത് ഈ കേരളത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ PSC നിയമനം 34,110-ഉം തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ വെറും 6-ഉമാണ്. അതായത് ഒരു വർഷം 6 പേർക്കാണ് സർക്കാർ നിയമനം ഈ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കിട്ടുന്നത്. ഒന്ന് അന്തരം നോക്കിക്കേ. ഇന്ത്യയിൽ ആകെ നടക്കുന്ന നിയമനത്തിന്റെ പകുതിയിലധികം ഈ കൊച്ചു കേരളമാണ്. ജനസംഖ്യ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ 1.86% ഈ കൊച്ചു കേരളത്തിലുള്ളൂ. ഇതൊന്നും നിങ്ങൾ കാണില്ല.
നിങ്ങൾക്ക് CPM ആക്രമിക്കണം, നേതാക്കന്മാരെ ആക്രമിക്കണം, അവരുടെ കുടുംബത്തെ ആക്രമിക്കണം, മാധ്യമങ്ങളെ കൂട്ടുനിർത്തി ആക്രമണ പരമ്പര തുടരണം. അങ്ങനെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നില വളരെ പരുങ്ങലിലാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആരാണ് ഈ 18 MP-മാരിൽ ചർച്ച നടത്തി പൂർത്തീകരിച്ച് അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരും. അതിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് പുറത്തു വരും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മൗനം വെടിയേണ്ട സാഹചര്യം, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം അടുത്തുണ്ടാകും. ഈ ഒറ്റ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിനൊപ്പം വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.